നിത്യോപയോഗ സാധനങ്ങളുടെ വില നമുക്ക് ജീവിക്കാൻ പറ്റുന്നതിലും അപ്പുറം. ഭരണം വലിയ കുഴപ്പമൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ സ്ഥാനാർത്ഥികളിൽ നിന്നും മുന്നണികളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഒപ്പം തന്നെ ഇപ്പോൾ ഞങ്ങളുള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് എന്തൊക്കെ വികസന പ്രശ്നങ്ങളുണ്ട് എന്ന് പരിശോധിക്കുകയാണ് ജനങ്ങളുടെ അഭിപ്രായത്തിലൂടെ കേരള വിഷൻ ന്യൂസ്. പൊതുജനങ്ങളോട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം മൊത്തം ഏതൊക്കെ രീതിയിലാണ് മാറ്റം വരേണ്ടത്, എന്താണ് ഒരു വോട്ടർ എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നത്, ഒപ്പം തന്നെ മലപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന വിഷയം എന്തായിരിക്കും? മലപ്പുറത്ത് എന്താണ്, മലപ്പുറം പൊതുവേ നല്ല സ്ഥലമാണ്. ഞങ്ങളൊക്കെ സന്തോഷമായി ജീവിക്കുന്ന സ്ഥലമാണ്. ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കൂടി അപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടുകളില്ലാതേക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് സുഖമായി ജീവിക്കാനുള്ളത് അനുഗ്രഹമാണ് വേണ്ടത്. അതേ ആരാ തിരഞ്ഞെടുക്കുക വെച്ചാൽ അവർ നമുക്കത് തരട്ടെ. ദേശീയ തലത്തിലെങ്കിലും ചിലർ മലപ്പുറം എന്തോ വലിയ സംഭവം എന്നൊക്കെ അല്ലേ, അവിടെ നമ്മൾ കിടക്കേണ്ട ആവശ്യമില്ല, അവിടെ ഇതിന് പോയാൽ മതി. നമ്മൾ തിരഞ്ഞെടുപ്പിന് മുന്നേ പല വാഗ്ദാനങ്ങളും കൊടുക്കും. അത് കഴിഞ്ഞ് മന്ത്രിമാരായാലും MLA കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മറക്കല. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ജനങ്ങളോട് പറഞ്ഞതെല്ലാം കൂടി മറക്കും. അതല്ല വേണ്ടത്. ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കണം. അവർക്ക് സാധാരണക്കാർക്ക് അർഹതപ്പെട്ടത് അവരുടെ കയ്യിലെത്തണം. അതാണ് വേണ്ടത്. പിന്നെ റോഡ് ഗതാഗതം നല്ല സുഗമമായിരിക്കണം. ഇവിടെ അങ്ങാടിപ്പുറം പാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുർഘടമാണ്. ബ്ലോക്ക് ഭയങ്കര ദൂരം വരുന്ന വഴിക്ക് സാറിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതെല്ലാം പറ്റുന്ന ഒരു നല്ല ഇതായിരിക്കണം. ജനങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടക്കണം. അതാ വേണ്ടത്. അത് ഏത് പാർട്ടി വന്നാലും. ഇപ്പോൾ ഏതൊരാളും ഭരണത്തിൽ വരുമ്പോൾ അത് ഇന്ന പാർട്ടി എന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ. ഇപ്പോൾ തുടർച്ചയായിട്ട് 2 വട്ടമായി ഇപ്പോൾ CPM അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ജനങ്ങളെടുത്തുനിന്ന് ഫണ്ട് പിരിപ്പിക്കണില്ല, അല്ല അവരുടെ പാർട്ടി ഫണ്ടും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൻ്റെ പുറത്ത് ജനങ്ങളെടുത്തുനിന്നും പിരിപ്പിക്കുന്നുണ്ട്. ഈ പിരിപ്പിക്കണ പൈസ ജനങ്ങളിലോട്ട് എത്തിക്കാനൊരു സോഴ്സ് കാണും. അല്ലാതെ അവസാന ടൈമിൽ ഒരു കിറ്റ് കൊടുക്കലോ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കലോ അതെന്നല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ഒരു ലീഗുകാരനാണ്. തുറന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ കാലാകാലം ഭരണത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാലാകാലം ഭരണത്തിലോ അല്ലെങ്കിൽ CPMൻ്റെ ഭരണത്തിലോ വരണം ഞാൻ ഒരിക്കലും ചിന്തിക്കണില്ല. ഭരണം തുടർന്ന് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേ ഇരിക്കണം. മലപ്പുറത്ത് ഒന്നാമത് നമുക്ക് അങ്ങാടിപ്പുറം ബ്ലോക്ക് 1, പിന്നെ കുടിവെള്ളം അത് മെയിനാണ്. പിന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് രാത്രി ഇറങ്ങി നമ്മൾ എവിടുന്നേലൊക്കെ വരുമ്പോൾ നമുക്കൊരു സുരക്ഷിതം വേണ്ടേ, അതെന്തായാലും കേരളം മൊത്തം എല്ലായിടത്തും വേണം അല്ലേ, അതെന്തായാലും വേണം. പ്രധാനപ്പെട്ട നേതാക്കന്മാർ, വലിയ നേതാക്കന്മാരുണ്ടല്ലോ, അവർ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ അങ്ങാടിപ്പുറം മേൽപ്പുറം പാലം, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി, ശാബുദങ്ങൾ, അത്ര വലിയ നേതാക്കന്മാരൊന്നും ഇതുവരെ ഇടപെട്ടിട്ടില്ല. അപ്പോൾ അവർ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ആത്മാർത്ഥതല്ല. അവർക്കവരുടെ പാർട്ടി വലുതായി പോയാൽ മതി. നമുക്കിപ്പോൾ മൊത്തത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് നല്ലൊരു അനുകൂലമായ ഒരു ഭരണം വരിക. അത് ഏത് പാർട്ടി ആയാലും, അതിപ്പോൾ LDF ആയാലും UDF ആയാലും ആരായാലും നമ്മളെ സാധാരണക്കാർക്ക് ഉതകുന്നൊരു ഭരണം. ഇവിടെ പറഞ്ഞാൽ ആർക്കും കിട്ടരുതെന്നാണ് ആഗ്രഹം. അതായത് ഏത് പാർട്ടിക്കും, UDFനും കിട്ടരുത്, LDFനും തുടർഭരണം കിട്ടരുത്. രാഷ്ട്രീയപരമായ ചർച്ച മെയിനായിട്ട് ഉണ്ടാകുക ശബരിമല തന്നെ വരണം. എന്നാലും തീരുമാനമാവും എന്താണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ചർച്ച ഉണ്ടാകുക. കാരണം വെച്ചാൽ ഭരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കാര്യമില്ലല്ലോ, എന്തെങ്കിലും നേരണ്ടേ. പിന്നെ കടത്തുമ്പോൾ കടവായി. നമുക്ക് ആരാണോ അനുകൂലം വെച്ചാൽ അവർക്ക് വേണ്ടി കൊടുക്കുക. എന്താ വെച്ചാൽ മൊത്തത്തിൽ സാമ്പത്തികം, ജോലിയില്ലായ്മ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. സാമ്പത്തിക പിരിമുറുക്കം എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ മാറിക്കിട്ടണം. പിന്നെ ജോലി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കച്ചവടക്കാർക്ക് കച്ചവടമില്ല. ഈ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ സാമ്പത്തികം പോയി കിട്ടണം. മൊത്തത്തിൽ അതാണ് മെയിൻ പ്രശ്നം. ഭരണം മൊത്തം ഉഷാറായി കിട്ടണം. മലപ്പുറത്ത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വികസനങ്ങൾ എത്തുന്നില്ല. സാധാരണ ജനങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന എന്താണോ അതാണ് നമുക്ക് ഏതൊരു ഭരണാധികാരിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ താഴെത്തട്ടിലുള്ള ഒരു ഗ്രാമപഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റി ഇതാണ് തിരഞ്ഞെടുപ്പ് എടുക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് വേണ്ട ഒരു വികസനമാണ് ഏത് മുന്നണി ഭരിച്ചാലും. അത് ഏത് മുന്നണിയാണെങ്കിലും അതിലൂടെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഏത് മുന്നണിയിലൂടെയാണ് നമുക്ക് ആ ഒരു വിജയം വരുന്നത്, ആ മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം. അത് UDF ആണോ അതിലൂടെ, LDF ആണോ അതിലൂടെ. ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ സാധാരണ ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുള്ളൊരു ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത്. അപ്പോൾ അത് വെച്ച് നമ്മളൊരു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ
നമുക്കൊരു ആവശ്യം, നമ്മുടെ ആവശ്യം നിറവേറ്റുന്ന ഒരു മുന്നണി എന്നാണ് UDFൻ്റെ ഒരു വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ല, മൊത്തത്തിൽ നമുക്കിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വിലക്കയറ്റത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. പൊതുവേ ഭരണം വലിയ കുഴപ്പമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഒരു തമ്മിൽ വേഗം തൊമ്മൽ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ഭരണം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകണം. ഒരു മൂന്നാം പിണറായി സർക്കാർ വരും, സാധ്യത ഉണ്ട്. അതിനാണ് സാധ്യത. എൻ്റെ അഭിപ്രായത്തിൽ മോശം ഭരണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറണം എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ്. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില നമുക്ക് ജീവിക്കാൻ പറ്റുന്നതിലും അപ്പുറം. ഒരു എത്ര ഉറുപ്പ്യൊക്കെ ഓടിയാലും നമുക്ക് നിത്യച്ചെലവ് വഹിക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതാണിപ്പോൾ യഥാർത്ഥം. ഈ മലപ്പുറത്ത് ഇത്തവണ രാഷ്ട്രീയ വിഷയം, ചർച്ചാ വിഷയം എന്തായിരിക്കും? മലപ്പുറത്തിനെ കുറിച്ച് നല്ല പൊതുവെയുള്ള അഭിപ്രായം ഞാൻ പറയണത്, സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ നല്ല പാടാണ് കേരളത്തിൽ മൊത്തത്തിൽ. നിലവിൽ എന്താ ഞാൻ പറയുക, മോശം എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മാറ്റം വരുന്ന ഒരുപാട് ജോലികൾ, കുറേ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടല്ലോ, പഠിച്ചിരിക്കുന്ന കുട്ടി, അവർക്കൊക്കെ ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹം കൊടുക്കണം. ഇതിനുള്ള ഇതൊക്കെ എന്തെങ്കിലും ചെയ്താൽ നല്ലതാണ്. കേരള ഭരണം നല്ലതല്ലേ, സൂപ്പറല്ലേ? നമ്മളെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആകെ മാറിയില്ലേ, റോഡിൻ്റെ നിലവാരം, ടൂറിസ്റ്റ് പ്ലേസും ഒക്കെ മോഡൽ മാറിയില്ലേ, നല്ല വികസനമല്ലേ? പെരുന്തവണ മുനിസിപ്പാലിറ്റി ആണെച്ചെങ്കിൽ നല്ല ഭരണം, ബസ് സ്റ്റാൻഡ് പുതിയത് അടിപൊളി വന്നു. വേറെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ടൗൺ എവിടെ ഉള്ളത്? കമ്മ്യൂണിറ്റി ആൾ പുതിയത്, പുതിയ മുനിസിപ്പാലിറ്റി ഒക്കെ നല്ല വികസനം. ബ്ലോക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും വന്നാൽ ഞങ്ങൾ പുതിയ ബൈപ്പാസ് ഇനിയും കൊണ്ടും ബ്ലോക്ക് മാറ്റാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഒരു മൂന്നാം പിണറായി സർക്കാർ വരുന്നുണ്ട്. വരും. ഇടതുവശം തന്നെ, പിന്നെ അത് ഷുവറാണ്, അതിലൊരു മാറ്റമില്ല. ഈ പെൻഷനൊക്കെ നല്ല ഗുണം ചെയ്യും. പിന്നല്ലേ, നല്ല കാര്യമല്ലേ? 2000 രൂപ പെൻഷൻ കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് വീട്ടിലിരിക്കുന്നവർക്ക് 1000 രൂപ വെറുതെ കൊടുക്കണം. കൊല്ലത്തിൽ 12,000. കോൺഗ്രസ് വന്നാൽ കൊടുക്കാൻ സഹിക്കും, BJP വന്നാൽ കൊടുക്കാൻ സഹിക്കും. BJP ഒന്നും കൊടുക്കൂല, അപ്പം കൊടുക്കും പിന്നെ കൊടുക്കില്ല. ഇത് 9 കൊല്ലമായിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരു നിർത്താതെ. ഭരണം നല്ലതാണ്, ഭരണം അടിപൊളിയാണ്, നല്ല ഭരണമാണ്. അപ്പം മൂന്നാമതും പിണറായി സർക്കാർ തുടരും. സുഖമായിട്ട് തുടരും. എന്താ അഭിപ്രായം? ഉറപ്പായിട്ടും തുടരും. പിന്നെ ഈ മലപ്പുറത്ത് എന്തായിരിക്കും ഇത്തവണത്തെ രാഷ്ട്രീയ ചർച്ചാ വിഷയം? എന്താവും അല്ലേ? ഇപ്പോഴത്തെ കേരള ഭരണം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നത് തന്നെയാണ്. പക്ഷേ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥയൊക്കെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ വണ്ടിയുടെ ആവശ്യങ്ങളൊക്കെ നടത്തി പോകണമെങ്കിൽ ഇപ്പോഴത്തെ ഈ ടാക്സ് വർധനവും അതുപോലെ നമ്മളെ ഇപ്പോൾ രണ്ടാമത് നമ്മൾ റിന്യൂ ചെയ്യുമ്പോഴുള്ള വർധനമൊക്കെ വലിയ അബദ്ധങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വല്ലാണ്ട് വരുന്നുണ്ടല്ലേ, മെയിൻ്റനൻസ് ചാർജും. പിന്നെ എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ റോഡ് ഇപ്പോൾ ജൂബിലി റോഡാണ്, പെരിന്തൽമണ്ണ. ആ റോഡൊക്കെ പറ്റ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളത്. അതൊക്കെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാനുള്ളത്. ഭരണത്തിന് വലിയ കുറ്റമൊന്നും പറയാനില്ല. അപ്പം മുനിസിപ്പൽ ഭരണത്തിൻ്റെ കാര്യമാണ്. സ്റ്റേറ്റ് ഭരണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ മുനിസിപ്പൽ ഭരണം നന്ന്, അപ്പോൾ അത് തന്നെ തുടർന്ന് പോവുകയാണ്, നന്നാവുകയെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സംസ്ഥാന ഭരണം എങ്ങനെയുണ്ട്? സംസ്ഥാന ഭരണത്തിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ വലിയൊരു, എന്തായാലും കുറേ അഴിമതി കേൾക്കുന്നുണ്ട്. അതൊക്കെ വലിയ എതിർപ്പുണ്ട്. ഈ സ്വർണ്ണ ഈ തുടർഭരണം ഗുണമാണ് ചെയ്യുന്നത്. തുടർഭരണം ഗുണം ചെയ്യും കേട്ടോ. കുറേ ബാലൻസ് വല്ലതും ഉണ്ടെങ്കിലേ അതൊക്കെ പൂർത്തിയാക്കാൻ കഴിയും. ഇതാവും മറ്റേതവിടെ ഇട്ട് പോകും. അത് മറ്റേ ഭരണ പാർട്ടിക്കാരൊന്നും ചെയ്യൂല, അതങ്ങനെ പോവും, ഇല്ലാതെയായി പോവും. കേരളത്തിലെ ഭരണം എനിക്ക് താല്പര്യമില്ലാത്തൊരു ഭരണമാണ്. കാരണം ഒരു എന്താ പറയുക, പക്ഷപാതപരമായിട്ടുള്ള ഭരണമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് അവരുടെ കുറച്ച് മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള ഭരണമാണ്. അവരിങ്ങനെ പറയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണമാണെന്നൊക്കെ പറയും. അത് വലിയ കഥയൊന്നുമില്ല, ഒന്നുമില്ല. അവർക്ക് വേണ്ടി അവർക്ക് അത് അവർ മാത്രമല്ല, പൊതുവേ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും, എല്ലാ നേതാക്കന്മാരും ഇന്നത്തെ രീതിയിലൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ആളുകളാണ് ഭരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ പ്രാദേശികമായിട്ട് എന്തൊക്കെ വികസനങ്ങൾ വരുത്തുന്നത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ പ്രാദേശികമായ ബോർഡ് കൂടി വെച്ചിട്ട് അവർ ചെയ്യട്ടെ. ഭരണം നല്ല ഭരണമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ റോഡ് ചെറിയ ചെറിയ മോശങ്ങളുണ്ടെങ്കിലും റോഡും വികസനങ്ങളും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെയാണ് കേരള ഭരണം. മൊത്തത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ഭരണം കുഴപ്പമൊന്നുമില്ല. പിന്നെ
റോഡ് ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകൾ ചെറിയ കുഴപ്പങ്ങളുണ്ടെങ്കിലും ഭരണം എന്നും നല്ല ഇത് തന്നെ കാഴ്ചവെക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കരുതുന്നത്, അതായത് അവർക്ക് ഉപകാരം ചെയ്യുന്ന ആളുകൾ വരണമെന്നുള്ളതാണ്. കേരള ഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായത്തിന് സമ്മിശ്രമായ പ്രതികരണമാണ് ലഭിച്ചത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.